വിവരവിനിമയ സാങ്കേതികവിദ്യ 10ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം കമ്പ്യൂട്ടർ ഭാഷ. ചിത്രം നോക്കൂ. അവധി ദിവസങ്ങളിലെ സന്ദീപിൻ്റെ ദിനചര്യയിലുള്ള വ്യത്യാസം കണ്ടെത്താമോ? 6 മണി കഴിഞ്ഞില്ലേ, ഇന്നെന്താ എഴുന്നേൽക്കാത്തത്? ഇന്ന് അവധിയല്ലേ അമ്മേ? സന്ദീപിൻ്റെ ദിനചര്യകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തെല്ലാം ആണ് നിങ്ങൾ കണ്ടെത്തിയത്? സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവധി ദിവസങ്ങളിൽ ചെയ്യാറില്ല, അല്ലേ? പരിചയിച്ച ശീലങ്ങളുടെയും ലഭിച്ച നിർദ്ദേശങ്ങളുടെയും നേടിയ അറിവുകളുടെയും അടിസ്ഥാനത്തിലാണ് സന്ദീപിൻ്റെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. നാമും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ, അല്ലേ? അനുഭവങ്ങളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും നേടിയ അറിവുകളും ശീലങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളുമൊക്കെയാണ് ഓരോ ദിവസവും നമ്മെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നതും ഇങ്ങനെ നൽകപ്പെട്ട നിർദ്ദേശങ്ങളും അതിലൂടെ നേടിയെടുത്ത അറിവുകളും കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് കമ്പ്യൂട്ടറുകൾ നാം നൽകുന്ന നിർദ്ദേശങ്ങൾ മനസ്സിലാക്കുന്നത്? കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഉപകരണമാണല്ലോ. ഏതൊരു ഇലക്ട്രോണിക് ഉപകരണവും പോലെ കമ്പ്യൂട്ടറുകൾക്കും ഓൺ, ഓഫ് എന്നീ അവസ്ഥകൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഓൺ, ഓഫ് എന്നീ അവസ്ഥകളെ പ്രതിനിധീകരിക്കുന്ന 0, 1 എന്നീ ചിഹ്നങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ബൈനറി ഭാഷയിലുള്ള കോഡുകളിലൂടെയാണ് കമ്പ്യൂട്ടറുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകേണ്ടത്. ബൈനറി ഭാഷ, ഓൺ, ഓഫ് എന്നീ സങ്കേതങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഭാഷയെ ബൈനറി ഭാഷ എന്നാണ് പറയുക. ഈ അവസ്ഥകളെ ഹൈ, ലോ അല്ലെങ്കിൽ 1, 0 അല്ലെങ്കിൽ ട്രൂ, ഫാൾസ് എന്നിങ്ങനെയെല്ലാം സൂചിപ്പിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ബൈനറി ഭാഷ വശമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് കമ്പ്യൂട്ടറിന് ബൈനറി ഭാഷയിൽ നിർദ്ദേശങ്ങൾ നൽകുക? ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ബംഗാളി ഭാഷ മാത്രം അറിയാവുന്ന ഒരു സുഹൃത്തുണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് ബംഗാളി ഭാഷ അറിയുകയുമില്ല. എങ്ങനെയാണ് സുഹൃത്തുമായി ആശയവിനിമയം നടത്തുക? ബംഗാളിയും മലയാളവും അറിയാവുന്ന ഒരു പൊതു സുഹൃത്തുണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാമല്ലോ. ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നൽകിയ നിർദ്ദേശങ്ങളെ ബൈനറി ഭാഷയിലേക്ക് മൊഴിമാറ്റാൻ കഴിയുന്ന പ്രോഗ്രാമുകൾ നമ്മുടെ കമ്പ്യൂട്ടറുകളിലുമുണ്ട്. ഹൈ ലെവൽ ഭാഷകൾ എന്നും ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമുകൾ എന്നും ഇവ അറിയപ്പെടുന്നു. ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമുകൾ പ്രധാനമായും 2 തരത്തിലുണ്ട്: കമ്പൈലറുകളും ഇൻ്റർപ്രറ്ററുകളും. ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമുകളുടെ സഹായത്തോടെ നമുക്ക് മനസ്സിലാവുന്ന ഹൈ ലെവൽ ഭാഷയിൽ എഴുതിയ നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടറുകൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയുമാണ് ചെയ്യുന്നത്. കമ്പൈലറുകളും ഇൻ്റർപ്രറ്ററുകളും നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ബൈനറി ഭാഷയിലേക്ക് മൊഴി മാറ്റി ഒരു പ്രത്യേക ഫയലാക്കി നൽകുന്നവയാണ് കമ്പൈലറുകൾ. എന്നാൽ നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ഘട്ടത്തിൽ മാത്രം ഓരോ വരിയും മൊഴിമാറ്റം ചെയ്ത് നൽകുന്നവയാണ് ഇൻ്റർപ്രറ്ററുകൾ. കമ്പൈലറുകൾ നൽകുന്ന ബൈനറി ഫയലുകൾ, എക്സിക്യൂട്ടബിൾ ഫയൽസ്, പിന്നീട് പ്രദർശിപ്പിക്കുന്നതിന് അവയുടെ ഹൈ ലെവൽ ഭാഷയിൽ എഴുതിയ നിർദ്ദേശങ്ങൾ, സോഴ്സ് കോഡ് ആവശ്യമില്ല. എന്നാൽ ഇൻ്റർപ്രറ്റുകൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ സോഴ്സ് കോഡ് കമ്പ്യൂട്ടറിൽ ആവശ്യമാണ്. സി, C++, ജാവ മുതലായ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഭാഷകൾ കമ്പൈലറുകൾ ഉപയോഗിച്ചാണ് ബൈനറിയിലേക്ക് മൊഴിമാറ്റം ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നത്. എന്നാൽ പൈത്തൺ ഒരു ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ഭാഷയാണ്. ഇത്തരത്തിലുള്ള ഒരു ഹൈ ലെവൽ ഭാഷയാണ് ഈ പാഠഭാഗത്ത് നാം പരിചയപ്പെടുന്നത്. പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ നൽകിയിരിക്കുന്ന സന്ദീപിൻ്റെ ദിനചര്യകൾ ശ്രദ്ധിച്ചല്ലോ. ഓരോ ദിവസത്തിനുമനുസരിച്ച് ലഭിച്ച നിർദ്ദേശങ്ങൾ ഓരോന്നായി ചെയ്തു വരികയാണ് സന്ദീപ് ചെയ്യുന്നത്. ഇതുപോലെ ഓരോ പ്രശ്നവും പരിഹരിക്കാനുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടറുകൾക്ക് നൽകി ഇവയെ പ്രശ്ന നിർദ്ധാരണത്തിനായി ഉപയോഗിക്കാം. ഇത്തരത്തിൽ കമ്പ്യൂട്ടറുകൾക്ക് നിശ്ചിത ജോലി അഥവാ ടാസ്ക് ചെയ്യുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നു. ഉദാഹരണമായി, ഒരു വ്യക്തിയുടെ പ്രായം കണക്കാക്കുന്നതിനുള്ള പ്രോഗ്രാം തയ്യാറാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടറിന് നൽകണമെന്നിരിക്കട്ടെ. എന്തെല്ലാം വിവരങ്ങൾ ലഭിച്ചാലാണ് പ്രായം കണ്ടെത്താൻ കഴിയുക?
ഏത് വർഷമാണ് ജനിച്ചത് എന്നറിയണം. നിലവിലെ വർഷവും അറിയണം. ജനിച്ച വർഷം 2011 ആയ ഒരാളുടെ പ്രായം എത്രയായിരിക്കും? 2025 നിലവിലെ വർഷമെങ്കിൽ അയാളുടെ വയസ്സ് 14 ആയിരിക്കും അല്ലേ? ഇത് എങ്ങനെയാണ് കണ്ടെത്തിയത്? നിലവിലെ വർഷത്തിൽ നിന്ന് ജനിച്ച വർഷം കുറച്ചാൽ മതിയല്ലോ. അതായത് പ്രായം സമം നിലവിലെ വർഷം മൈനസ് ജനിച്ച വർഷം. മേൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി എഴുതുകയാണെങ്കിൽ നിലവിലെ വർഷം അഥവാ കറന്റ് ഇയർ ഈസ് ഈക്വൽ ടു 2025. ജനിച്ച വർഷം നമുക്കതിനെ ബർത്ത് ഇയർ സമം 2011. അപ്പോൾ നിലവിലെ വർഷം 2025 ജനിച്ച വർഷം 2011. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പ്രായം കണക്കാക്കുക? പ്രായം സമം നിലവിലെ വർഷം മൈനസ് ജനിച്ച വർഷം. അഥവാ അതിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുകയാണെങ്കിൽ ഏജ് ഈസ് ഈക്വൽ ടു കറന്റ് ഇയർ മൈനസ് ബർത്ത് ഇയർ. ഇവിടെ കറന്റ് ഇയർ മൈനസ് ബർത്ത് ഇയർ. ഇനി അങ്ങനെയാണെങ്കിൽ പ്രായം കമ്പ്യൂട്ടറിൽ പ്രദർശിപ്പിക്കുക. ഇത്തരത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള ഘട്ടങ്ങൾ ക്രമത്തിൽ എഴുതുന്നതിനെ അൽഗോരിതം എന്ന് പറയുന്നു. മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു വ്യക്തിയുടെ പ്രായം കണക്കാക്കുന്നതിനുള്ള ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം തയ്യാറാക്കിയാലോ? ഏത് കമ്പ്യൂട്ടർ ഭാഷയാണ് ഈ പ്രോഗ്രാം തയ്യാറാക്കാൻ നാം തിരഞ്ഞെടുക്കേണ്ടത്? നിരവധി ഭാഷകൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ തയ്യാറാക്കുന്നതിനായി ഇന്ന് ലഭ്യമാണ്. ഏതെല്ലാം കമ്പ്യൂട്ടർ ഭാഷകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്? ജാവ, സി പ്ലസ് പ്ലസ്, പൈത്തൺ, റൂബി, PHP തുടങ്ങിയ അനേകം പ്രോഗ്രാമിംഗ് ഭാഷകൾ നിലവിലുണ്ട്. പൈത്തൺ ഭാഷ ഉപയോഗിച്ചാണ് നാം ഇവിടെ പ്രോഗ്രാമുകൾ എഴുതുന്നത്. പൈത്തൺ പ്രോഗ്രാമിംഗ് മേഖലയിലേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്ന ചെറിയ കുട്ടികൾക്ക് മുതൽ നിർമ്മിത ബുദ്ധി സങ്കേതങ്ങളും റോബോട്ടിക്സ്, ഡാറ്റാ സയൻസ് പോലെയുള്ള സങ്കീർണമായ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നവർക്ക് വരെ യോജിച്ച ഒരു പ്രോഗ്രാമിംഗ് ഭാഷയാണ് പൈത്തൺ. വളരെ ലളിതമായ സിൻഡെക്സ് ആണ് പൈത്തണിനുള്ളത്. 1990 ഗൈഡോ വാൻ റോസ്റ്റം എന്ന നെതർലാൻഡുകാരനായ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് പൈത്തൺ ഭാഷ വികസിപ്പിച്ചെടുത്തത്. ഒരു ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ഭാഷയാണ് പൈത്തൺ.